റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും അതിൻ്റെ ഫലമായിട്ട് റഷ്യ വാറിൽ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയതൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട്. അതിനിടയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒന്നാം പാദത്തിലെ റിസൾട്ട് വാർത്താ ഏജൻസിയായ PTI പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സംയോജിതമായിട്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒന്നാം പാദത്തിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് 16,184 കോടി രൂപയാണ്. മുൻ വർഷത്തെ സമാന കാലയളവിനേക്കാൾ 2.5 മടങ്ങ് കൂടുതലാണിത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കാലയളവിൽ 21% ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ പെട്രോളിനും ഡീസലിനൊന്നും വില കുറക്കാത്തത് കൊണ്ട് അതെല്ലാം ലാഭത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതിൽ 6,124 കോടിയോളം ലാഭം നേടിയ ഭാരത് പെട്രോളിയമാണ് കണക്കുകളിൽ മുന്നിൽ. ലാഭത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. 5,689 കോടി രൂപയാണ് അവരുടെ ലാഭം. മൂന്നാം സ്ഥാനത്തുള്ളത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. അവരുടെ ലാഭം എന്ന് പറയുന്നത് 4,371 കോടി രൂപയാണ്. ഓരോ ഔട്ട്ലെറ്റിലും വിൽക്കുന്ന ശരാശരി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണക്കിലും ഭാരത് പെട്രോളിയം മുന്നിലാണ്. ഔട്ട്ലെറ്റുകളിൽ 153 കിലോ ലിറ്റർ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഭാരത് പെട്രോളിയം ഓരോ മാസവും വിൽക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആകട്ടെ ഓരോ ഔട്ട്ലെറ്റുകളിലും പ്രതിമാസം 130 കിലോ ലിറ്റർ പെട്രോളിയമാണ് വിൽപ്പന നടത്തിയത്. ഓരോ ലിറ്റർ പെട്രോളിലും കമ്പനികൾക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 10.3 രൂപ. മുൻ വർഷത്തിൽ ഇത് 4.4 രൂപയായിരുന്നു. ഏകദേശം 5.9 രൂപയുടെ ലാഭമാണ് ഓരോ ലിറ്റർ പെട്രോൾ വിൽപ്പനയിലൂടെ കമ്പനികൾക്ക് ലഭിച്ചത്. ഏതായാലും പൊതുജനങ്ങൾക്ക് ഉപകാരം ലഭിക്കത്തക്ക രീതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയട്ടെ, അതുവഴി മറ്റു അവശ്യ സാധനങ്ങളുടെയും വില കുറയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.